നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. മനുഷ്യൻ ബുദ്ധിമോശം കൊണ്ട് പലതും ചെയ്യുന്നു, എന്നിട്ട് വിധിയെ കുറ്റം പറയുന്നു. എനിക്ക് വിധിയിൽ പോലും വിശ്വാസമില്ലാതായി. എനിക്കെൻ്റെ കുട്ടികളെ ഒരു നോക്ക് കാണണം. മരിക്കുന്നതിന് മുൻപ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ അങ്ങ്? വരരുചി തപശ്ശക്തിയുള്ളവനാണ്, മഹാജ്ഞാനിയാണ്. ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ? പഞ്ചമി ഭർത്താവിനെ നോക്കി. പഞ്ചമി, നമുക്ക് ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് പോകാം. നമ്മുടെ അവസാനത്തെ പുത്രൻ അവിടെ കുടികൊള്ളുന്നുണ്ട്, വായില്ലാ കുന്നിലപ്പൻ. നമ്മുടെ എല്ലാ മക്കളെയും ഇവിടെ എത്തിക്കാൻ അവനോട് പറയാം. വരരുചി പറഞ്ഞു. അവർ ക്ഷേത്രനടയിലേക്ക് നടന്നു. രണ്ടുപേരും നടയിൽ നിന്നു. പഞ്ചമി ശ്രീകോവിലിലേക്ക് നോക്കി. എൻ്റെ മകനെ, ഒന്നിങ്ങോട്ട് വരൂ, വേഗം വരൂ. നിന്റെ അച്ഛനും അമ്മയും ഇതാ നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നു, എൻ്റെ പൊന്നു മകനെ. പെട്ടെന്ന് ക്ഷേത്രത്തിൽ നിന്നും ഒരു പ്രഭാപടലം പുറത്തേക്ക് വന്നു. വരരുചിയുടെയും പഞ്ചമിയുടെയും മുന്നിൽ അത് നിന്നു. പെട്ടെന്നത് യുവകോമളനായ വായില്ലാ കുന്നിലപ്പനായി. അവൻ മാതാപിതാക്കളെ സാഷ്ടാംഗം നമസ്കരിച്ചു. പഞ്ചമി കൺകുളിർക്കെ പുത്രനെ നോക്കി. അവൻ്റെ ശിരസിൽ തുടരെ തുടരെ ഉമ്മ വച്ചു. കൈകൾ അവൻ്റെ മുഖത്ത് പരതി നടന്നു. വായുടെ സ്ഥാനത്ത് പഞ്ചമിയുടെ വലതു കൈയെത്തി. ശൂന്യമായ ആ സ്ഥാനം കണ്ട് പഞ്ചമി പൊട്ടിക്കരഞ്ഞു. വരരുചി നിർവികാരനായി നിന്നു. വായില്ലാ കുന്നിലപ്പൻ അമ്മയുടെ കണ്ണീർ തുടച്ചു. മകനെ, നിന്നെ ഞങ്ങൾ ഒരു നോക്ക് കണ്ടു. എൻ്റെ എല്ലാ മക്കളെയും ഒന്നിച്ചെനിക്കൊന്ന് കാണണം. എൻ്റെ മോഹം സാധിപ്പിച്ചു തരുമോ മകനെ? വായില്ലാ കുന്നിലപ്പൻ തൻ്റെ വലം കൈ ഉയർത്തി. നിമിഷങ്ങൾക്കകം ഒരു കാറ്റിൻ്റെ ചൂളം വിളി അവിടെ മുഴങ്ങി. ക്ഷേത്രത്തിലെ കുടമണികൾ താനെ അടിച്ചു. അന്തരീക്ഷം ശബ്ദമുഖരിതമായി. കാട്ടാറുകൾ പാഞ്ഞൊഴുകുന്ന ശബ്ദം അവിടെ കേൾക്കുമാറായി. അതാ വരുന്നു മേളത്തോൾ അഗ്നിഹോത്രി. പിന്നിൽ പഞ്ചമിയുടെ ബാക്കി 10 മക്കളും ഓരോരുത്തരായി മാതാപിതാക്കളെ നമസ്കരിച്ചു. പഞ്ചമി തൻ്റെ മക്കളെ ആഹ്ലാദാതിരേകത്തോടെ നോക്കി. എൻ്റെ മക്കളെ, അമ്മയ്ക്ക് ഞങ്ങളുടെ പേരറിയണ്ടേ? എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി. അമ്മേ, ഞാൻ മേളത്തോൾ അഗ്നിഹോത്രി, ബ്രാഹ്മണനാണ്. അഗ്നിഹോത്രി പറഞ്ഞു. അദ്ദേഹം നാറാണത്തിൻ്റെയും പെരുന്തച്ഛൻ്റെയും പാണനാരുടെയും മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി. എല്ലാവരും പരസ്പരം നോക്കി. ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നവരാണ് തങ്ങൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ സത്യമാണ്, സത്യം മാത്രമാണ്. കുട്ടികളെ, നമുക്കിവിടെ ഇരിക്കാം. വിസ്തരിച്ച് കേൾക്കട്ടെ നിങ്ങളുടെ വിവരങ്ങൾ, വരരുചി പറഞ്ഞു. മക്കൾ വരരുചിയുടെയും പഞ്ചമിയുടെയും ചുറ്റും ഇരുന്നു. വായില്ലാ കുന്നിലപ്പൻ മാത്രം നിന്നു. മക്കൾ ഓരോരുത്തരായി സ്വന്തം കഥ പറഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി. ഹൈ ഹൈ